സിനിമാ രംഗത്തെ ചിലരുടെ ക്രൂരമ്പുകളേറ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് നടന്മാരാണ് ഉണ്ണി മുകുന്ദനും ഷെയ്ൻ നിഗവും. ഇവരാണ് ആധുനിക സിനിമയിലെ മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ഒരു കടൽ പോലെയാണ്. അതിലെല്ലാം ഉണ്ട്, മുത്തും പവിഴവും എല്ലാം. അത് കൈയടക്കുന്നവനാണ് മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്ക് താര രാജാവായി വളർന്ന ഒരാളും മലയാള സിനിമയിലില്ല. കഷ്ടപ്പെട്ടവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആരാണ് ഇത്രപ്പെട്ട കഷ്ടപ്പെട്ടവർ? മദ്രാസിൽ സിനിമ കിടക്കുമ്പോൾ കഷ്ടപ്പാടുകളുടെ ഏറെ സഹിച്ച, ആഹാരം കഴിക്കാനില്ലാതെ, കിടക്കാൻ സ്ഥലമില്ലാതെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ എത്രയോ പേരുണ്ട്. അവിടെ നിന്ന് വളർന്നവർ. അവരിൽ പലരും പഴയ കഥകൾ പറയുമ്പോൾ കണ്ണുകൾ നനച്ചവർ. അതൊക്കെ പഴയതായിരിക്കട്ടെ. എന്തിനാ നമ്മളിപ്പോൾ മെഗാസ്റ്റാർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കാര്യം തന്നെ എടുത്ത് നോക്ക്. പി ജി വിശ്വൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയി. അവിടെ ഡൂപ്പ് ഇല്ലാതെ ഒറിജിനൽ ചാടി കാലൊടിഞ്ഞ്. അപ്പം പറഞ്ഞെന്താന്ന്, ഇവനൊന്നും നടനാവാൻ പോകുന്നില്ല, ഇവൻ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് പിന്നീട് വിശ്വംഭരൻ്റെ എത്രയോ സിനിമകൾ അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറ്റി. മമ്മൂട്ടിയില്ലാതെ പടമെടുക്കാത്ത വിശ്വംഭരനായി. അങ്ങനെ എത്രയോ പേരുണ്ട്. മോഹൻലാലിനെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞ, ഇവരൊന്നും ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞ ശശികുമാറിനെ പോലുള്ള സംവിധായകർ പിന്നീട് എത്ര ഹിറ്റുകൾ ഉണ്ടാക്കി. സുരേഷ് ഗോപിയുടെ ശബ്ദം ശരിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചവരില്ലേ? ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടെന്ന് ആലോചിക്കണം. നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന രണ്ട് ചെറുപ്പക്കാരെ കുറിച്ചാണ്. ആ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ മാർക്കോ, അതായത് അത്രയും കോടാനുകോടികൾ വാരിക്കൊണ്ടിരിക്കുന്ന സിനിമയിലെ നിർമ്മാതാക്കളിലൊരാളും നടനുമായ ഉണ്ണി മുകുന്ദൻ. മറ്റൊന്ന് മലയാള സിനിമയിലെ മിമിക്രിയിൽ രാജാവായിരുന്ന അഭി. പക്ഷേ സിനിമയിൽ അഭിനയ രംഗത്ത് ഉയർന്നു വരാൻ, വളർന്നു വരാൻ ചിലരെ സമ്മതിച്ചില്ല. തുടക്കത്തിൽ തന്നെ വേര് പിഴുതെറിയുന്ന പോലെ പിഴുതെറിയാൻ, അല്ലെങ്കിൽ ആ വളർന്നു വരുന്ന ചെടിയുടെ കടക്കിൽ തിളച്ച വെള്ളമൊഴിച്ചില്ലാതാക്കാൻ ശ്രമിച്ച ചിലരൊക്കെ ഉണ്ടെന്ന് ആലോചിക്കണം. ആ അഭിയുടെ മകനാണ് ഷെയ്ൻ നിഗം. മോശക്കാരനല്ല, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. പക്വതക്കുറവ് കൊണ്ട് ചിലതൊക്കെ ചെയ്യുന്നു. അത് വലിയ മഹാ അപരാധമായി ചിലർ കണക്ക് കൂട്ടുന്നു. ആ ചെറുപ്പക്കാരൻ അഹങ്കാരിയാണെന്ന് പറയുന്നു. എങ്ങനെ അഹങ്കാരിയാകാതിരിക്കും? അഭിയുടെ മകനല്ലേ എന്ന് കുത്തുവാക്കുകൾ പറയുന്നു. അഭിയെ തകർത്തവരാരാണെന്ന് പലർക്കും അറിയാം. ഷെയ്ൻ നിഗം അത്രയും വലിയ സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുമില്ല. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ പടങ്ങൾ കുറഞ്ഞേക്കാം. പടങ്ങൾ കുറയുന്നത് ഒരു നടൻ്റെ കഴിവുകേടും കൊണ്ട് മാത്രമല്ല, അതിൽ പല സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നിട്ടും ഷെയ്ൻ നിഗത്തിന് പടത്തിന് വലിയ കുറവൊന്നുമില്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആധുനിക മലയാള സിനിമയിലെ മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഉണ്ണി മുകുന്ദനും ഷെയ്ൻ നിഗവും എന്ന് ഞാൻ പറയുന്നത്. ചിരിക്കാനല്ല, എനിക്ക് മനസ്സിലായി. ഒരു ചിരി ഒന്നൊരു കള്ളച്ചിരി, പരിഹാസം. ഞാൻ പറയുന്ന അർത്ഥങ്ങൾ വേറെ ഉണ്ടെന്ന് ആലോചിക്കണം. മോഹൻലാലും കഷ്ടപ്പെട്ടിട്ടുണ്ട്, മമ്മൂട്ടിയും കഷ്ടപ്പെട്ടിട്ടെന്ന് ആലോചിക്കണം. കഷ്ടപ്പെട്ടു വന്ന രണ്ട് പേര്. ഇപ്പം മോഹൻലാലൊക്കെ ഇവിടെ ആദ്യം സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ അന്നത്തെ തീവണ്ടി യാത്ര എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സൊക്കെ ഉള്ള സമയമാണത്. കരിവണ്ടി എന്നൊക്കെ പറയുക. ഇവിടെ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മദ്രാസിലേക്ക് വരെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. മദ്രാസിൽ ചെന്നിറങ്ങിയപ്പോൾ കരിപുരണ്ട വസ്ത്രങ്ങൾ, ആൾമാറാട്ടം പോലെ.
അങ്ങനെയുള്ള അനുഭവങ്ങൾ മോഹൻലാലിനുണ്ടായിട്ടുണ്ട്. മോഹൻലാൽ ഇപ്പോഴും ഇത്രയും വർഷമായിട്ടും മലയാള സിനിമയിൽ നിൽക്കുകയാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടിക്കും അത്ര അനുഭവം ഉണ്ടായ മമ്മൂട്ടി നിൽക്കുന്നു. ഈ രണ്ടുപേരും ആരൊക്കെ ഇവരില്ലാതാക്കാൻ ശ്രമിച്ചിട്ട് അവർ രണ്ടുപേരും ഇന്ന് നിൽക്കുകയാണെന്ന് ആലോചിക്കണം. ഇവരെ രണ്ടുപേരെ ജാതിയുടെയും മതത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെ ഫാൻസുകാർ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ പേരില്ലാത്ത ചില കുറ്റങ്ങൾ ചാർത്തി കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരുടെ വളർച്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ്റെ കാര്യം പറയുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് എതിരഭിപ്രായം പലർക്കും ഇല്ല. നല്ല പയ്യനാണ്. ഗുജറാത്തിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ. മലയാളിയാണ്, തൃശ്ശൂർക്കാരനാണ്. അച്ഛൻ്റെ ജോലി അവിടെയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തിൽ മലയാള സിനിമയോടുള്ള താല്പര്യം, അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇവൻ രക്ഷപ്പെട്ടാൽ പലർക്കും തിരിച്ചടിയാകും. ശരീര സൗന്ദര്യമുണ്ട്, ഒത്ത ഉയരമുണ്ട്, അയോധന കലകളറിയാം. അങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരനും വളർന്നു വന്നാൽ തനിക്കും വേണ്ടപ്പെട്ട പലർക്കും അതൊരു പാരയാകുമെന്ന് ചില നടന്മാർ ധരിച്ചതിൻ്റെ പേരിൽ അന്നേ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങിയതാണ് ഉണ്ണി മുകുന്ദൻ. ആ ഉണ്ണി മുകുന്ദൻ തിരിച്ചു വന്നൊരു ദൃഢപ്രതിജ്ഞയായിട്ടാണ് ഞാൻ എന്തിനു പോകണം, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെൻ്റെ ഒരു കസേര ഉണ്ടാക്കാൻ കഴിയും. മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അങ്ങനെയാണ്. ഒറ്റ ഓട്ടത്തിന് സ്വർണ്ണത്തളികൾ വെച്ച് നീട്ടിയ സമ്മാനങ്ങളൊന്നും സമ്മാനങ്ങളല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിജയം തന്നെയാണ് എന്നും നിലനിൽക്കുക എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഉണ്ണി മുകുന്ദൻ്റെ. ഓടുമ്പോൾ എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിച്ചു. എറിഞ്ഞു വീഴ്ത്തുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ചാടി കടന്നു ഓടാൻ ശ്രമിച്ചു. സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടഭിപ്രായമുണ്ടായാലും മൂന്നഭിപ്രായമുണ്ടായാലും മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദൻ തിളങ്ങി വിളങ്ങി സ്വർണ്ണ കസേര കരസ്ഥമാക്കി നിൽക്കുന്നു ആലോചിക്കണം. ഷെയ്ൻ നിഗത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ഒരു കൊച്ചു പയ്യൻ, അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ എത്രയോ പ്രാവശ്യം. അവൻ്റെ പേരിൽ അവൻ അറിയാത്ത കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് അവന് സിനിമയിൽ എന്തൊരു വിലക്ക് പോലും കൽപ്പിച്ചിട്ടില്ലേ. എന്തിന്? സാന്ദ്ര തോമസ് എന്നുള്ളൊരു നിർമ്മാതാവ്, അവര് ഒരു നടി കൂടിയായിരുന്നു ആലോചിക്കണം. അവരോട് ശത്രുതയുള്ള പലരും, അവർ നിർമ്മിച്ചൊരു സിനിമയുണ്ട് ലിറ്റിൽ ഹാർട്ട്സ്, അതിലെ നായകനായിരുന്നു ഷെയ്ൻ ആലോചിക്കണം. ഷെയ്ൻ നഗത്തിനോടുള്ള എതിർപ്പ് വളർച്ച ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമായിക്കൊണ്ട് ഈ സിനിമ കളിക്കുന്ന തിയേറ്ററുകൾക്ക് മുമ്പിൽ പോലും അതിൻ്റെ ബാനർ വയ്ക്കാൻ സമ്മതിക്കില്ല. മലയാള സിനിമയിലെ ഒരു വലിയ നടനും അതിൻ്റെ ആരാധകരും കൂട്ടുകാരുമൊക്കെ ചെന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അത് വെക്കുകയാണെങ്കിൽ എൻ്റെ സിനിമ തരില്ല എന്ന് വരെ പറഞ്ഞ് അത്രയും വൃത്തികെട്ട കളി കളിച്ച നടന്മാർ ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. അവർക്ക് ഒന്നേ കഴിഞ്ഞുള്ളൂ, ആ സിനിമയെ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ഷെയ്ൻ നിഗത്തിന് ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിനിടയിലും ഷെയ്ൻ നിഗവും ഒരു മമ്മൂട്ടിയാവാൻ ശ്രമിക്കുന്നു, ഉണ്ണി മുകുന്ദനും മോഹൻലാലാവാൻ ശ്രമിക്കുന്നു. അവർ തമ്മിലൊരു ഈഗോ ക്ലാഷ്. അതാണ് രസം. ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവർ രണ്ടുപേരിലും ഷെയ്ൻ നിഗം വിചാരിക്കുന്നു ഉണ്ണി മുകുന്ദൻ ആരുമായിട്ടില്ല. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു സിനിമ വിജയിച്ചപ്പോൾ ഉണ്ണി മുകുന്ദൻ വരുമ്പോൾ അതിൻ്റെ ഒരു കളിയാക്കുന്ന പോലെ ഈ സിനിമ തന്നെ എടുക്കുക, ലിറ്റിൽ ഹാർട്ട്സിൻ്റെ, അതിൽ നായികയുണ്ട്. അപ്പോൾ പത്രക്കാരും യൂട്യൂബുകാരും ഒക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതെന്താണ് ഇഷ്ടമെന്നോ ആഗ്രഹമെന്നോ ചോദിക്കുന്നു. ഉണ്ണി മുകുന്ദൻ്റെ ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായി, അതിനെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ വലിയ സ്റ്റാറായി, മാർക്കോ വിജയിച്ചപ്പോൾ പലതും ഷെയ്മിന് തിരിച്ചടി വരുന്നു, അവർ കോംപ്രമൈസ് ചെയ്യുന്നു, അവർ സുഹൃത്തുക്കളാവുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ മമ്മൂട്ടിയും മോഹൻലാലും കാണുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ പേര് കൊണ്ട്
നിങ്ങൾ രണ്ട് മതക്കാരായിരിക്കാം, രണ്ട് ജാതിക്കാരായിരിക്കാം. പക്ഷെ മനസ്സിൽ ജാതിയുടെയും മതത്തിൻ്റെയും വിഷം നിങ്ങളിൽ ഉണ്ടാകരുത്. അങ്ങനെ ചേരിതിരിവുണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.